ഇന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായല്ലോ. മാളു പറയൂ, എന്താ ചെയിൻ റിയാക്ഷൻ? ന്യൂട്രോൺ സംഘടനത്താൽ വിഘടിച്ച ഒരാറ്റത്തിൽ നിന്ന് പുറത്തുവരുന്ന ന്യൂട്രോണുകൾ അടുത്തുള്ള ഒന്നോ അതിൽ കൂടുതലോ ആറ്റങ്ങളുടെ വിഘടനത്തിന് കാരണമാകുന്നു. ഈ പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള റേഡിയോ ആക്റ്റീവ് ആറ്റങ്ങളിലേക്കെല്ലാം വ്യാപിക്കുന്നു. ഇതിനെയാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഇന്നത്തേക്ക് ക്ലാസ് മതി. നിങ്ങൾ പൊയ്ക്കോ. ചേച്ചി, എങ്ങോട്ടാ പോകുന്നേ? ബീച്ചിലേക്ക്. എന്താ? പോകുന്ന വഴിക്കേ എന്നെ ഒന്ന് മാത്സ് ക്ലാസ് വിടുവോ? വേഗം വരണം. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഉടനെ പോകും. ചേച്ചി ബീച്ചിൽ പോകുന്ന എന്തിനാന്ന് എനിക്കറിയാലോ. എന്താ? എനിക്കും ഒരാളുടെ കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് ഞാൻ പിന്നെ പറയാം. അമ്മേ, ഞാൻ പോവാണേ.
ഉണ്ണി നീ ഇതെപ്പത്തി? കുറച്ചു നേരമായി. പിന്നെ മാഡത്തിന്റെ കറക്കമൊക്കെ കഴിഞ്ഞോ? ആ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, വിശേഷങ്ങളൊന്നും പറയാൻ സമയമില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടൊന്ന് കയറണം. ഒരു ചായ കിട്ടുന്നത് കളയണ്ടെന്ന് കരുതി കയറിയതാ. വാ. ആൻറ്റി പറഞ്ഞു നീ എവിടെ പോയതാന്ന്. എടി, ഈ കണ്ട ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ബീച്ചിലും ഒക്കെ ഇങ്ങനെ തെണ്ടി നടക്കാൻ നിനക്ക് നാണമില്ലേ? അപാര തൊലിക്കട്ടി തന്നെ. അതൊക്കെ പോട്ടെ, എന്തായിരുന്നു മാഡത്തിന്റെ ഇത്തവണത്തെ ഉദ്ദേശം? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഞാൻ അഞ്ജലി, ഡിഗ്രിക്ക് പഠിക്കുന്നു. നിങ്ങളുടെ ഒരു സഹായം ആവശ്യപ്പെട്ട വന്നത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ക്യാമ്പസിനടുത്ത് പച്ചക്കറി കട നടത്തുന്ന ഒരമ്മൂമ്മയെ ഒരു ബൈക്ക് ഇടിച്ചിട്ട് നിർത്താതെ പോയി. ഞാനും കൂടി ചേർന്നാ അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അതിന് ചികിത്സക്കെല്ലാം കൂടെ ഏകദേശം 12,000 രൂപ വേണം. ആ പാവത്തിൻ്റെ ആണെങ്കിൽ ഒന്നുമില്ല, സഹായിക്കാൻ ബന്ധുക്കളും ഇല്ല. അവരെൻ്റെ ആരുമല്ല, എങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതിന് നിങ്ങളുടെയും കൂടെ സഹായം വേണം. പണി ചോദിച്ച് വാങ്ങിയല്ലോ. ഇതെല്ലാം കൂടി ഇപ്പൊ എത്ര കിട്ടി? ട്യൂഷൻ, ഇവന്റ് മാനേജ്മെന്റ് എല്ലാം കൂടി ഒരു 8,000 ഉണ്ട്. പിന്നെ കോളേജിൽ നിന്നും ഒരു 1,200 പിരിഞ്ഞു കിട്ടി. ഇന്നലെ ഇന്നും കൂടി ഇതിലൊരു 1000 അടുപ്പിച്ചുണ്ടാകും. ഈവന്റ് മാനേജ്മെന്റിന് പോയി കഴിഞ്ഞാൽ ശനിയും ഞായറും കൂടി നിനക്ക് എന്തായാലും ഒരു 1,500 കൂടുതൽ കിട്ടും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത്? ശരിയാണ്, പക്ഷേ ഈ ടിന്നും കൊണ്ട് നടക്കുന്നതിന് എനിക്ക് വേറൊരുദ്ദേശമുണ്ട്. എന്തുദ്ദേശം? ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കാശ് കൊണ്ട് വേണം, അല്ലാതെ കണ്ടവരെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ലോകത്ത് സഹായം ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അവരെയെല്ലാം അറിയാനോ സഹായിക്കാനോ എനിക്ക് മാത്രം കഴിയില്ല. എന്നെപ്പോലൊരു പെൺകുട്ടി തൻ്റെ ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി സഹായം ചോദിച്ചു ചെല്ലുമ്പോൾ തീർച്ചയായും ആൾക്കാർ ശ്രദ്ധിക്കും. കുറച്ചുപേർ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അവരിൽ 1-2 പേരെങ്കിലും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരും. ഒരു പരിചയമില്ലാത്തവരോട് സഹായം ചോദിച്ചു ചെല്ലുന്നത് കാശിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ, അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണോ നീ പറയുന്നത്? അതെ, അതാണ് എൻ്റെ ഉദ്ദേശം. നീ ചെയ്യുന്നത് കണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കും. എന്തോന്നട ഇത് ചെയിൻ റിയാക്ഷനാ? ഇതൊന്നും നടക്കാൻ പോണില്ല. എന്താ മാളു? ഒരാളുടെ കാര്യം പറയണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെ, എന്താ കാര്യം? എൻ്റെ കൂട്ടുകാരുടെ വീടിനടുത്ത് 2 കുട്ടികളുണ്ട്. അവരുടെ വീട്ടിലെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ശരി, അടുത്ത ശനിയാഴ്ച നമുക്ക് ആ കുട്ടികളുടെ വീട് വരെ ഒന്ന് പോവാം. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. പോരെ? ചേച്ചി, ഞാൻ അതിനല്ല വന്നത്. പിന്നെ